എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ എങ്ങനെയാണ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് പാസ്പോർട്ട് പുതുക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. നമുക്ക് ഓൺലൈനിലൂടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനും പുതുക്കാനും സാധിക്കുന്നതാണ്. ഈ സേവനങ്ങൾക്ക് നമുക്ക് പാസ്പോർട്ട് സേവാ പോർട്ടലിലൂടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഗൂഗിളിൽ പാസ്പോർട്ട് സേവ എന്ന് സെർച്ച് ചെയ്യുക. പിന്നീട് ഈ കാണുന്ന ലിങ്കിൽ പോകുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ പോയാൽ നേരിട്ട് ഇവിടെ എത്തുന്നതാണ്. ഇവിടെ ഒരു പോപ്പ് അപ്പ് വിൻഡോ വരുന്നതാണ്, അത് ക്ലോസ് ചെയ്യുക. ഇവിടെ മുമ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർ എക്സിറ്റിംഗ് ലോഗിനിൽ പോകുക. ആദ്യമായിട്ടാണെങ്കിൽ ന്യൂ രജിസ്റ്ററിൽ പോയി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നതിനെക്കുറിച്ചു ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ലോഗിൻ ചെയ്തതിനു ശേഷം അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് റീ ഇഷ്യൂ ഓഫ് പാസ്പോർട്ടിൽ പോകുക. പിന്നീട് ഏറ്റവും താഴെയായി ക്ലിക്ക് ഇയർ ടു ഫിൽ എന്നതിൽ പോകുക. ഇവിടെ സ്റ്റേറ്റ്, ജില്ല സെലക്ട് ചെയ്യുക. ഇവിടെ പുതിയ പാസ്പോർട്ടിനാണെങ്കിൽ ഫ്രഷ് പാസ്പോർട്ട് സെലക്ട് ചെയ്യുക. റിന്യൂ ആണെങ്കിൽ റീ ഇഷ്യൂവിൽ പോകുക. റിന്യൂ ചെയ്യുന്ന പാസ്പോർട്ട് ആണെങ്കിൽ ഇവിടെ കൂടുതൽ ഓപ്ഷനുകൾ കാണുന്നതാണ്. എന്ത് കാരണത്താലാണ് റിന്യൂ ചെയ്യുന്നതെന്നത് സെലക്ട് ചെയ്യുക. ഡേമാജ്, ലോസ്റ്റ്, എക്സ്പയർഡ് എന്നിങ്ങനെ കാണാവുന്നതാണ്. എക്സ്പയർഡ് ആയി 3 വർഷം കഴിഞ്ഞതാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. 3 വർഷത്തിനകത്ത് എക്സ്പയർഡ് ആയതോ ആവാൻ പോകുന്നതോ ആയ പാസ്പോർട്ട് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നോർമൽ അല്ലെങ്കിൽ തത്കാൽ വേണ്ടത് കൊടുക്കുക. പിന്നീട് പേജ് സെലക്ട് ചെയ്യുക. സാധാരണയായി 36 പേജ് ആണ് കൊടുക്കുക. സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ് കൂടുതലും 60 പേജ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ആദ്യം ഗിവൺ നെയിം കൊടുക്കുക. താഴെ സർനെയിം കൊടുക്കുക. പാസ്പോർട്ട് പുതുക്കുന്നവർ മാറ്റങ്ങളൊന്നും ചെയ്യാനില്ലെങ്കിൽ പാസ്പോർട്ടിൽ ഉള്ളതുപോലെ കൊടുക്കുക. ശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക. ശേഷം മുമ്പ് വേറെ പേരിൽ അറിയപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ പേര് മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നതിൽ ഉണ്ടെങ്കിൽ യെസ് കൊടുത്ത് വിവരങ്ങൾ കൊടുക്കുക. ഇല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ട് പോകുക. ശേഷം ജനന തീയതി കൊടുക്കുക. ശേഷം ജനനം ഇന്ത്യക്ക് പുറത്താണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ജനനസ്ഥലം കൊടുക്കുക. പിന്നീട് സ്റ്റേറ്റ്, ജില്ല, മാരിറ്റൽ സ്റ്റാറ്റസ് എന്നിവ കൊടുക്കുക. താഴെ ബെർത്ത് സെലക്ട് ചെയ്യുക. പിന്നീട് പാൻ, വോട്ടർ ID വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. എംപ്ലോയി സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. ഇവിടെ പാരന്റ്സ് അല്ലെങ്കിൽ സ്പൗസ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. നിങ്ങളുടെ വിദ്യാഭ്യാസം സെലക്ട് ചെയ്ത് കൊടുക്കുക. ECR ഓട്ടോമാറ്റിക് സെലക്ട് ആവുന്നതാണ്. ഇവിടെ ആധാർ നമ്പർ കൊടുത്ത് ഐ അഗ്രിയിൽ യെസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഫാദർ നെയിം, മദർ നെയിം എന്നിവ കൊടുക്കുക. പിന്നീട് സ്പോസ് നെയിം കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിലവിലെ അഡ്രസ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ബോക്സിനുള്ളിൽ അഡ്രസ് കൊടുക്കുക. പിന്നീട് വില്ലേജ്, സ്റ്റേറ്റ്, ജില്ല കൊടുക്കുക. പിന്നീട് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് പിൻകോഡ് കൊടുക്കുക. ഇവിടെ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ കൊടുക്കുക. പെർമനന്റ് അഡ്രസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. എന്നിട്ട് നിലവിലെ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്നാണെങ്കിൽ യെസ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. പോപ്പ് അപ്പ് വിൻഡോ വരുന്നതാണ്, ഓക്കെ കൊടുക്കുക. ഇവിടെ എമർജൻസി ബന്ധപ്പെടാനുള്ള ആളുടെ പേരും മൊബൈൽ നമ്പരും കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നവർക്ക് മുമ്പത്തെ പാസ്പോർട്ട് വിവരങ്ങൾ കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂ ഡേറ്റ്, എക്സ്പയർ ഡേറ്റ്, ഇഷ്യൂ ചെയ്ത സ്ഥലം, ഫയൽ നമ്പർ എന്നിവ കൊടുക്കാവുന്നതാണ്. പിന്നീട് മുമ്പ് എപ്പോഴെങ്കിലും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുമ്പ് പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ട് പാസ്പോർട്ട് കിട്ടാതിരുന്നോ എന്നതിൽ ഉണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ എല്ലാം വായിച്ചു നോക്കി യെസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടവയാണ് ഇവിടെ കൂടുതലും ചോദിക്കുന്നത്. ഞാൻ ഇവിടെ എല്ലാത്തിലും നോ എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ പാസ്പോർട്ടിന്റെ പ്രീവ്യൂ കാണുന്നതാണ്. റിന്യൂ ചെയ്യുന്നവർ ഇവിടെ കാണുന്ന വിവരങ്ങളും പഴയ പാസ്പോർട്ടിലെ വിവരങ്ങളും ചെക്ക് ചെയ്ത് ഒരുപോലെയാണെന്നത് ഉറപ്പുവരുത്തുക. മാറ്റങ്ങളുണ്ടെങ്കിൽ പ്രീവിയസിൽ പോയി കറക്റ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് കൊടുത്തു വരുന്ന പേജിൽ ആദ്യം വയസ്സ് തെളിയിക്കുന്ന രേഖ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് അഡ്രസ് തെളിയിക്കുന്ന രേഖ സെലക്ട് ചെയ്യുക. ഇവിടെ സ്ഥലം കൊടുക്കുക. പിന്നീട് അഗ്രിയിൽ ടിക്ക് കൊടുത്ത് എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തി സേവ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ പിന്നീട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതല്ല. ഇവിടെ പേ ആൻഡ് ഷെഡ്യൂളിൽ പോകാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നീട് ലോഗിൻ ചെയ്ത് വ്യൂ സേവ്ഡ് ആപ്ലിക്കേഷനിൽ പോയും ചെയ്യാവുന്നതാണ്. പേയിൽ പോയാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ സ്ഥലം സെലക്ട് ചെയ്യാനായി നെക്സ്റ്റ് കൊടുക്കുക. പിന്നീട് ഇവിടെ നിന്നും ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്പോയിന്റ്മെന്റ് അവൈലബിലിറ്റി കാണാവുന്നതാണ്. ക്യാപ്ച കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ തീയതി സെലക്ട് ചെയ്യുക. പേയിൽ ക്ലിക്ക് ചെയ്യുക. പോപ്പ് അപ്പ് വിൻഡോ ക്ലോസ് ചെയ്യുക. ഇവിടെ അനുയോജ്യമായ പേ ഓപ്ഷനിൽ പോയി പേയ്മെന്റ് ചെയ്യുക. 1500 രൂപയാണ് അടയ്ക്കേണ്ടത്. തത്കാലിൽ അപ്ലൈ ചെയ്യുന്നവർ ഇതിനു പുറമെ പാസ്പോർട്ട് ഓഫീസിൽ 2000 രൂപ കൂടി അടയ്ക്കേണ്ടതുണ്ട്. പേ ചെയ്തു കഴിഞ്ഞാൽ തിരികെ അതേ സൈറ്റിൽ പോകുന്നതാണ്. ഇവിടെ റെസിപ്റ്റിൽ പോയി പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇവിടെ ഗെറ്റ് അപ്പോയിന്റ്മെന്റിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോയിന്റ്മെന്റ് വിവരങ്ങൾ മെസ്സേജ് വഴിയും വരുന്നതാണ്. എന്നാലും പ്രിന്റ് എടുത്തുകൊണ്ട് പോകുന്നതാണ് നല്ലത്. എപ്പോൾ വേണമെങ്കിലും ലോഗിൻ ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. പിന്നീട് പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുമായി പോകുക.
തത്കാൽ അപ്ലൈ ചെയ്തവർക്ക് അതേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം പാസ്പോർട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.